ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ എടുക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന ഈ ഒരു സബ്ജക്റ്റിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെയും അതുപോലെ തന്നെ അതിൻ്റെ ആൻസേഴ്സിൻ്റെയും ഫസ്റ്റ് പാർട്ടാണ് എടുക്കുന്നത്. ഈ ഒരു പാർട്ടിൽ നമ്മൾ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സാണ് പറയുന്നത്. ഷോർട്ട് ആൻസറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാവുന്ന ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ റിപ്പീറ്റായി ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസും ഒരുപാട് തവണ റിപ്പീറ്റായി വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെയാണ് പറയുന്നത്. അതിൻ്റെ ആൻസേഴ്സും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ലേറ്റസ്റ്റ് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസിലെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യനാണ് വാട്ട് ഈസ് ഗ്രൂപ്പ് ഇൻ്റർവ്യൂ. ഒരുപാട് തവണ റിപ്പീറ്റായി വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് എന്താണ് ഗ്രൂപ്പ് ഇൻ്റർവ്യൂ എന്ന ഈ ഒരു ക്വസ്റ്റ്യൻ. നമുക്കത് എന്താണെന്ന് നോക്കാം. എ ഗ്രൂപ്പ് ഇൻ്റർവ്യൂ ഈസ് എ മീറ്റിംഗ് ഫോർമാറ്റ് with several candidates and one interviewer and is often used when employees are looking to hire for more than one position on a short timeline. ഒരു ചെറിയ സമയത്തിനുള്ളിൽ തന്നെ ഒരുപാട് പൊസിഷനിലേക്ക് എംപ്ലോയീസിനെ ഹയർ ചെയ്യാൻ ശ്രമിക്കുന്നതിനെയാണ് ഈ ഒരു ഗ്രൂപ്പ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. സാധാരണ നമ്മളൊരു ജോബ് ഇൻ്റർവ്യൂവിനൊക്കെ പോയാൽ സിംഗിളായിട്ട് ഇൻഡിവിജ്വലായിട്ട് ഓരോ കാൻഡിഡേറ്റ്സിനെയൊക്കെ ഇങ്ങനെ വിളിച്ചു വരുത്തിയിട്ട് ഇൻ്റർവ്യൂ ചെയ്യാണ് സാധാരണ ചെയ്യാറ്. പക്ഷേ ഗ്രൂപ്പ് ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ ഒരുപാട് കാൻഡിഡേറ്റ്സിനെ ഒരുമിച്ച് വിളിക്കും. എന്നിട്ട് അവരെ എല്ലാവരെയും കൂടിയിട്ട് ഒരുമിച്ച് ഇൻ്റർവ്യൂ ചെയ്യും. ഒരൊറ്റ എംപ്ലോയർ ആയിരിക്കും, ഒരൊറ്റ ഇൻ്റർവ്യൂവർ ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. ആ ഒരാൾ ഈ ഒരു എല്ലാ ഗ്രൂപ്പും ഈ ഒരു ഗ്രൂപ്പിലുള്ള എല്ലാ മെമ്പേഴ്സിനെയും ഒരുമിച്ച് ഇൻ്റർവ്യൂ ചെയ്യും. എന്നിട്ട് പല പൊസിഷനിലേക്കുള്ള എംപ്ലോയീസിനെ അവർ ഒരുമിച്ച് തിരഞ്ഞെടുക്കും. അതാണ് ഈ ഒരു ഗ്രൂപ്പ് ഇൻ്റർവ്യൂവിൽ നടക്കുന്നത്. സാധാരണ ഗ്രൂപ്പ് ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ അതിലൊരു ക്വസ്റ്റ്യൻ ഒക്കെ കൊടുത്തിട്ട് ആ ഒരു ഗ്രൂപ്പിൽ ആ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ഡിസ്കസ് ചെയ്യാം, ആ ഒരു ക്വസ്റ്റ്യൻ അവരോട് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞിട്ട് അതിൽ ഏറ്റവും നന്നായിട്ടുള്ള അഭിപ്രായം പറയുന്ന എംപ്ലോയീസിനെയൊക്കെ തിരഞ്ഞെടുക്കുക. അങ്ങനെയൊക്കെയാണ് ഈ ഒരു ഗ്രൂപ്പ് ഇൻ്റർവ്യൂ നടക്കാറ്. നമ്മളിപ്പോൾ ഒരുപാട് തവണ കേട്ടിട്ടൊക്കെ ഉണ്ട്. പല കോളേജിലേക്കും അതുപോലെ തന്നെ പല സ്ഥാപനങ്ങളിലേക്കൊക്കെ നമ്മൾ ഇൻ്റർവ്യൂവിന് വേണ്ടി പോകുമ്പോൾ അവർ ഗ്രൂപ്പ് ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യും. ആ ഒരു ഗ്രൂപ്പ് ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഫസ്റ്റ് ചിലപ്പോൾ അവരൊരു ടാസ്ക് കൊടുക്കുകയായിരിക്കും ചെയ്യുക. ആ ഒരു ഗ്രൂപ്പിന് ഒരു ഇൻഡിവിജ്വൽ ടാസ്ക് കൊടുക്കും. ആ ഒരു ഗ്രൂപ്പിലെ എല്ലാ മെമ്പേഴ്സും ഒരുമിച്ചിരുന്നിട്ട് ആ ഒരു ടാസ്ക് ചെയ്യാം. ആ ഒരു ടാസ്ക് ചെയ്യുമ്പോൾ അതിൽ നന്നായി പ്രവർത്തിച്ച ആളാരാണോ അവരെ ആയിരിക്കും തിരഞ്ഞെടുക്കുക. അതൊക്കെയാണ് ഒരു ഗ്രൂപ്പ് ഇൻ്റർവ്യൂവിൽ സാധാരണ നടക്കാറ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ഗ്രൂപ്പ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായല്ലോ. സാധാരണ ഇൻഡിവിജ്വലായിട്ട് ഇൻ്റർവ്യൂ ചെയ്യുന്നതിന് പകരം ഒരുപാട് മെമ്പേഴ്സിനെ ഒരുമിച്ച് വിളിച്ചു വരുത്തിയിട്ട് അവർക്കൊരു ടാസ്ക് കൊടുക്കാം. എന്നിട്ട് ഒരുപാട് എംപ്ലോയീസിനെ ഒരുമിച്ച് സെലക്ട് ചെയ്യാം. പല പൊസിഷനിലേക്കുള്ള എംപ്ലോയീസിനെ ഒരുമിച്ച് ഒറ്റ ഇൻ്റർവ്യൂ കൂടി സെലക്ട് ചെയ്യുന്ന രീതിയാണ് ഗ്രൂപ്പ് ഇൻ്റർവ്യൂ എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വാട്ട് ആർ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ്? എന്താണ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ്? ഫ്രിഞ്ച് ബെനിഫിറ്റ് എനി നോൺ വേജ് പേയ്മെൻറ്റ് ഓർ ബെനിഫിറ്റ്. എക്സാമ്പിൾ പെൻഷൻ പ്ലാൻസ്, പ്രോഫിറ്റ് ഷെയറിംഗ് പ്രോഗ്രാംസ്, വെക്കേഷൻ പേ ആൻഡ് കമ്പനി പെയ്ഡ് ലൈഫ്, ഹെൽത്ത് ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസ് പ്രോഗ്രാംസ് ഗ്രാൻറ്റഡ് ടു എംപ്ലോയീസ് ബൈ എംപ്ലോയേഴ്സ്. നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനിയിലൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് കിട്ടുന്ന സാലറി കൂടാതെ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റിനെയാണ് ഫ്രിഞ്ച് ബെനിഫിറ്റ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ നമുക്ക് പെൻഷൻ പ്ലാൻസ് ഉണ്ടായിരിക്കും, സാലറി കൂടാതെ പെൻഷൻ കിട്ടും. അതുപോലെ തന്നെ പ്രോഫിറ്റ് ഷെയറിംഗ് പ്രോഗ്രാംസ് കിട്ടും. അതുപോലെ തന്നെ ബോണസ് കിട്ടും. അങ്ങനെ ഇനിയിപ്പോൾ ഓണം വിഷു ഒക്കെ വരുമ്പോൾ അതിനൊക്കെ നമുക്ക് ചിലപ്പോൾ എക്സ്ട്രാ ബോണസൊക്കെ കിട്ടും. അപ്പോൾ അതിനൊക്കെയാണ് നമ്മൾ ഈ ഒരു ഫ്രിഞ്ച് ബെനിഫിറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ കമ്പനിയുടെ പെയ്ഡ് ലൈഫ് ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ്, അവരുടെ പല കമ്പനി ടൂറ്, അതുപോലെയുള്ള ഒരുപാട് ബെനിഫിറ്റ്സ് നമുക്ക് ലഭിക്കും. അതിനെയൊക്കെ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് ഫ്രിഞ്ച് ബെനിഫിറ്റ് എന്ന്. എന്താണ് സാലറി കൂടാതെ നമുക്ക് കിട്ടുന്ന എന്ത് ബെനിഫിറ്റ് ആണെങ്കിൽ കൂടി അതിനെ നമ്മൾ ഫ്രിഞ്ച് ബെനിഫിറ്റ് എന്നാണ് വിളിക്കുന്നത്. ഇത് എല്ലാ കമ്പനിയിലും കിട്ടിയിരിക്കണം എന്നില്ല, എന്നാലും ഒരുവിധം എല്ലാ കമ്പനികളിലും ഈ ഒരു ഫ്രിഞ്ച് ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവരുടെ എംപ്ലോയീസിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫ്രിഞ്ച് ബെനിഫിറ്റ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സാധാരണ രീതിയിൽ എങ്ങനെയാണ് ഇത് കൊടുക്കുക എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു കമ്പനിയിൽ അവർ മന്ത്ലി ടാർഗറ്റ് വയ്ക്കും. ആ ഒരു മന്ത്ലി ടാർഗറ്റൊക്കെ നന്നായി അച്ചീവ് ചെയ്യുമ്പോൾ അവർക്ക് ആ ഒരു എംപ്ലോയീസിനെ ഒന്നുകൂടി കൂടുതൽ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കൂടുതൽ ബോണസൊക്കെ കൊടുക്കും. അതിനെയൊക്കെയാണ് ഈ ഫ്രിഞ്ച് ബെനിഫിറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. അടുത്ത ക്വസ്റ്റ്യനാണ് വാട്ട് യു മീൻ ബൈ എക്കണോമിക്സ്. എക്കണോമിക്സ് എന്നാൽ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് എക്കണോമിക്സ്? ഒരുപാട് തവണ നമ്മൾ കേട്ടുള്ളൊരു വേർഡാണ് ഈ ഒരു എക്കണോമിക്സ് എന്ന്. ചെറുപ്പം മുതൽ നമ്മൾ കേൾക്കുന്നതാണ് എക്കണോമിക്സ് എന്ന ഈ ഒരു വേർഡ്. നമുക്കത് എന്താണെന്ന് നോക്കാം. എക്കണോമിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് സ്കാർസിറ്റി ആൻഡ് ഇറ്റ്സ് ഇംപ്ലിഫിക്കേഷൻ ഫോർ ദി യൂസ് ഓഫ് റിസോഴ്സസ്, production of goods and services, growth of production and welfare over time, and a great variety of other complex issues of vital concern to society. നമ്മുടെ സമൂഹത്തിന് ആവശ്യമായ റിസോഴ്സുകളുടെ പഠനം,
അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, നമ്മുടെ ഈ ഒരു ഗുഡ്സും സർവീസസിൻ്റെയൊക്കെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടുള്ള പഠനം. അതുപോലെ തന്നെ ഗ്രോത്ത് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് വെൽഫെയർ ഓവർ ടൈം, നമ്മുടെ പ്രൊഡക്ഷൻ്റെ ഗ്രോത്തിനെ കുറിച്ചുള്ള പഠനം. അങ്ങനെ നമ്മുടെ സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ റിസോഴ്സുകളെയും കുറിച്ച് നമ്മൾ പഠിക്കുന്നതിനെയാണ് എക്കണോമിക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു റിസോഴ്സസ് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്, ആ ഒരു റിസോഴ്സുകളുടെ ഉപയോഗം എങ്ങനെയാണ് നടക്കുന്നത്, നല്ല രീതിയിൽ തന്നെയാണ് നടക്കുന്നത്, അതുപോലെ തന്നെ ആ ഒരു റിസോഴ്സിൻ്റെ ചീത്ത ഭാഗങ്ങൾ എന്തൊക്കെയാണ്, നല്ല ഭാഗങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് ഈ ഒരു എക്കണോമിക്സിലൂടെ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ എന്താണ് എക്കണോമിക്സ് എന്ന് വെച്ചാൽ ഇതൊരു പഠനമാണ്. സൊസൈറ്റിയിൽ നമ്മളുടെ റിസോഴ്സുകളുടെ ഇംപ്ലിഫിക്കേഷൻ, ആ ഒരു റിസോഴ്സുകളുടെ ഉപയോഗത്തിൻ്റെ പഠനം, അതൊക്കെയാണ് ഒരു എക്കണോമിക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് മാൻ പവർ പ്ലാനിങ്? എന്താണ് മാൻ പവർ പ്ലാനിങ്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്നൊരു സബ്ജക്റ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യനാണ് എന്താണ് മാൻ പവർ പ്ലാനിങ് എന്ന ഒരു ക്വസ്റ്റ്യൻ. ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് ഈ ഒരു മാൻ പവർ പ്ലാനിങ്. നമുക്കത് എന്താണെന്ന് നോക്കാം. ഒരുപാട് തവണ റിപ്പീറ്റ് ആയി വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്, ഒരിക്കലും മിസ് ചെയ്യരുത്. ദ പ്രോസസ് ഓഫ് ഡിസൈഡിങ് ഹൗ മെനി പീപ്പിൾ വിൽ ബി നീഡഡ് ഫോർ എ പെർട്ടിക്കുലർ ജോബ് ഓർ പ്രൊജക്റ്റ് ആൻഡ് ഹൗ ദേ ഷുഡ് ബി യൂസ്ഡ്. Manpower planning consists of putting the right number and right kind of people in the right place. മാൻ പവർ പ്ലാനിങ് എന്ന് വെച്ചാൽ നമ്മുടെ കമ്പനിയിലേക്ക് ആവശ്യമായിട്ടുള്ള എംപ്ലോയീസിനെ തിരഞ്ഞെടുക്കാം. ഒരു പെർട്ടിക്കുലർ ജോബോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് നല്ല എംപ്ലോയീസിനെ, അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള എംപ്ലോയീസിനെ തിരഞ്ഞെടുക്കാം. അങ്ങനെ അതിൻ്റെ നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കുക. അതിനെയാണ് ഒരു മാൻ പവർ പ്ലാനിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് സിമ്പിളായിട്ട് പറയുകയാണെന്ന് വെച്ചെങ്കിൽ ദ റൈറ്റ് നമ്പർ ആൻഡ് ദ റൈറ്റ് കൈൻഡ് ഓഫ് പീപ്പിൾ ഇൻ ദ റൈറ്റ് പ്ലേസ്. കറക്റ്റായിട്ടുള്ള നമ്പർ ഓഫ് പീപ്പിൾ കറക്റ്റായിട്ടുള്ള സ്ഥലത്ത് കറക്റ്റായിട്ടുള്ള രീതിയിൽ അവരെ പ്ലേസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മാൻ പവർ പ്ലാനിങ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഇൻഡസ്ട്രിയൽ പ്രൊജക്റ്റ് നമ്മൾ നടത്തുമ്പോൾ അവിടെ നമുക്കൊരു വെൽഡറെ ആവശ്യമുണ്ട്. അവിടെ നമ്മൾ വെൽഡറെ തന്നെ അപ്പോയിൻറ്റ് ചെയ്യുക, അല്ലാതെ അവിടെ ഒരു പ്ലംബിങ്ങുമായി ബന്ധപ്പെട്ടുള്ളൊരു എംപ്ലോയിനെ അല്ല നമ്മളവിടെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് അവിടെ വെൽഡറെ തന്നെ അപ്പോയിൻറ്റ് ചെയ്യണം. അതൊക്കെയാണ് ഒരു മാൻ പവർ പ്ലാനിങ് എന്നോട് ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എത്ര വെൽഡിങ് എംപ്ലോയീസിനെ അവിടെ അപ്പോയിൻറ്റ്മെൻറ്റ് ചെയ്യണം എന്നൊക്കെ പ്ലാൻ ചെയ്യുക. അതൊക്കെയാണ് ഒരു മാൻ പവർ പ്ലാനിങ്ങിൽ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു എംപ്ലോയീസിൻ്റെ എണ്ണം കൂടാതെ നോക്കേണ്ടതും ഈ ഒരു മാൻ പവർ പ്ലാനിങ്ങിൻ്റെ ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ്. ഇപ്പോൾ ഒരു 5 ആൾക്കാരെ ആവശ്യമുള്ള സ്ഥലത്ത് 10 ആൾക്കാരെ കയറിയിട്ട് അപ്പോയിൻറ്റ് ചെയ്യാതെ അവിടെ കറക്റ്റ് 5 ആൾക്കാരെ തന്നെ അപ്പോയിൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ 5 ആൾക്കാരെ ആവശ്യമുള്ള സ്ഥലത്ത് കുറവ് 4 3 ആൾക്കാരെ അപ്പോയിൻറ്റ് ചെയ്യാതെ ആ ഒരു കറക്റ്റ് 5 ആൾക്കാരെ തന്നെ അപ്പോയിൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതൊക്കെയാണ് ഒരു മാൻ പവർ പ്ലാനിങ്ങിൽ നടക്കുന്നത്. റൈറ്റ് നമ്പർ ഓഫ് എംപ്ലോയീസിനെ അപ്പോയിൻറ്റ് ചെയ്യാം. ഇതാണ് ഈ ഒരു മാൻ പവർ പ്ലാനിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഫങ്ഷൻസ് ഓഫ് എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റ്. എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? എച്ച് ആർ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് എ ഗ്രൂപ്പ് ഹു ഈസ് റെസ്പോൺസിബിൾ ഫോർ മാനേജിങ് ദിയർ എംപ്ലോയീസ് ലൈഫ് സൈക്കിൾ. എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പാണ്. ഈ ഒരു ഗ്രൂപ്പിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണെന്ന് വെച്ചാൽ എംപ്ലോയീസിൻ്റെ ലൈഫ് സൈക്കിൾ മാനേജ് ചെയ്യുക, അതാണ് അവരുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു എംപ്ലോയീസിൻ്റെ ലൈഫ് സൈക്കിൾ എന്ന് പറയുമ്പോൾ അവരുടെ റിക്രൂട്ട് ചെയ്യുന്നത്, അവരെ ഹയർ ചെയ്യുന്നത്, അവരെ ഓൺ ബോർഡ് ചെയ്യുന്നത്, ട്രെയിനിങ് ചെയ്യുന്നത്, അതുപോലെ തന്നെ അവരെ ഫയർ ചെയ്യുന്നത്, ഇതൊക്കെ ഒരു എംപ്ലോയീസിൻ്റെ ലൈഫ് സൈക്കിൾ എന്നാണ് പറയുന്നത്. ആൻഡ് അഡ്മിനിസ്ട്രിങ് എംപ്ലോയി ബെനിഫിറ്റ്സ്, അതുപോലെ തന്നെ എംപ്ലോയീസിൻ്റെ ബെനിഫിറ്റ്സിനെയൊക്കെ മാനേജ് ചെയ്യാം. ഇതൊക്കെ ഒരു എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫങ്ഷൻസാണ്. അതുപോലെ തന്നെ എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റിലെ മെയിൻ ഫങ്ഷനാണ് എംപ്ലോയീസിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം ഏതൊരു കമ്പനിയിൽ നമ്മൾ ജോയിൻ ചെയ്യുമ്പോഴും അവിടെ ഇൻ്റർവ്യൂ നടത്തുന്നതും അവിടെ ആപ്ലിക്കേഷൻ നമ്മൾ കൊടുക്കുന്നതൊക്കെ എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ആപ്ലിക്കേഷൻ കൊടുക്കുക. അതുപോലെ തന്നെ ഒരു കമ്പനിയിൽ വേക്കൻസി ഉണ്ട് എന്നൊക്കെ അഡ്വർടൈസ് ചെയ്യുന്നതും എച്ച് ആർ ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും. അപ്പോൾ ഒരു എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മെയിൻ ജോലി എന്ന് പറയുന്നത് എംപ്ലോയീസിനെ അപ്പോയിൻറ്റ് ചെയ്യുക, അവരെ ട്രെയിനിങ് കൊടുക്കുക. അപ്പോൾ ഒരു എംപ്ലോയീസിനെ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ ട്രെയിനിങ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നത് ഒരു എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫംഗ്ഷനാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ ഷോർട്ട് എസ് ഒക്കെ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഷോർട്ട് എസ് ഒക്കെ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ കുറച്ചും കൂടി നിങ്ങൾ വിവരിച്ച് എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ എടുക്കുന്നത്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളെല്ലാവരുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. താങ്ക്